സാമ്പാർ പരിപ്പ് ഉപയോഗിച്ചിട്ട് പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പരിപ്പ് വട ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയണ്ട. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അതൊക്കെ വെന്തിട്ടുള്ള പരിപ്പ് വട ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കിയാൽ മതി. KG ക്ലാസ് പഠിക്കുന്ന മോൾക്ക് ടിഫിൻ കൊടുത്തു വിടാനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തലേന്ന് രാത്രിയെ പരിപ്പ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡേ ടൈം ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ അത് കുതിർക്കാൻ ഇട്ടാൽ മതി. അരമണിക്കൂറൊക്കെ കൊണ്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ പരിപ്പ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയിലധികം വെള്ളം വെക്കാൻ ശ്രമിക്കണം. 2 ടേബിൾ സ്പൂൺ പരിപ്പ് അവിടെ മാറ്റി വെച്ച് ബാക്കി പരിപ്പും ഉള്ളിയും ഇഞ്ചിയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. 1 ഗ്ലാസ് പരിപ്പിനാണ് ഞാനിവിടെ വളരെ ചെറിയ ഒരു ഉള്ളിയും വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പരിപ്പ് അരഞ്ഞു പോയെങ്കിൽ അതിലിടാനാണ് പരിപ്പ് മാറ്റി വെച്ചത്. അപ്പോൾ ഇതേ രീതിക്ക് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റും. അതുപോലെ മുളക് പൊടിയും വീട്ടിൽ റെഡിയാക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് അരച്ചെടുക്കുന്ന സമയം കൂടുതൽ വെള്ളമൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് ടൈറ്റാക്കി എടുത്തിട്ട് വടി ഉണ്ടാക്കിയാൽ മതി. അരച്ചെടുത്ത കടലമാവ് ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കൈവച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ടു. ഞാനിവിടെ പാം ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം പരിപ്പ് വട ഇട്ട് കൊടുക്കണം. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മറ്റുള്ള സാധനങ്ങളെക്കാട്ടിലും പരിപ്പിന് നല്ല വേവുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നേരായിട്ട് വെന്ത് കിട്ടില്ല. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മഴക്കാലത്തൊക്കെ കട്ടൻ ചായയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ ഇത് നല്ലതാണ്. കടലപ്പരിപ്പ് വെച്ചിട്ടും ഇതേ രീതിക്ക് തന്നെയാണ് പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാമ്പാറും ചോറും ഒക്കെ രാവിലെ കൊടുത്തു വിട്ടാൽ LKG പഠിക്കുന്ന കുട്ടി ഉച്ചക്ക് അത് കഴിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് സാമ്പാറിലിടുന്ന പരിപ്പും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ വടയാക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കുന്ന ടൈമിൽ കണ്ടു നോക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.